നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കോഴ്സിനെ കുറിച്ചാണ്. BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി എന്ന ആ ഒരു കോഴ്സും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. തീർച്ചയായിട്ടും പുതിയ ഒരു കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ചില കോഴ്സുകൾ ഏതൊക്കെയാണ് ഉള്ളത്, അതിന് പാരലായിട്ടാണോ ഈ കോഴ്സ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സെഗ്മെന്റിൽ ഏതൊക്കെ കോഴ്സുകളാണ് വി ക്യാൻ കമ്പയർ. BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി MLT ഉണ്ട്, BSc റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, BSc ഒപ്റ്റോമെട്രി ഉണ്ട്, BSc കാർഡിയാക് ടെക്നോളജി ഉണ്ട്, BSc ഡയാലിസിസ് ടെക്നോളജി ഉണ്ട്, BSc അനസ്തീഷ്യ ടെക്നോളജി ഉണ്ട്, BSc പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, BSc റെസ്പിറേറ്ററി തെറാപ്പി ഉണ്ട്, BSc ബയോടെക്നോളജി ഉണ്ട്, BSc ഫിസിയോതെറാപ്പി ഉണ്ട്, BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ടെക്നോളജി OTT. ഈ കോഴ്സുകളൊക്കെ ഉണ്ട്. സോ എഗെയിൻസ്റ്റ് ഓൾ ദിസ് കോഴ്സസ് ഏകദേശം 12 കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കോഴ്സ് എന്നുള്ളത് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ കോഴ്സിനെ നേരത്തെ പറഞ്ഞ 12 കോഴ്സുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ആദ്യമായിട്ട് ഫോക്കസ് നോക്കാം. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയുടെ മെയിൻ ഫോക്കസ് എന്നുള്ളത് റേഡിയോ ആക്റ്റീവ് ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്പി, അതായത് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഉപയോഗിച്ചിട്ടുള്ള പഠന രീതിയാണ്. കമ്പയറബിൾ കോഴ്സസ്, അതായത് ബാക്കിയുള്ള 12 കോഴ്സുകളും ജനറൽ ഡയഗ്നോസ്റ്റിക്സ്, തെറാപ്പി, അതോടൊപ്പം സ്പെഷ്യലൈസ്ഡ് കെയർ ആണ് ഫോക്കസിൽ കൊണ്ടുവരുന്നത്. ടെക്നോളജി ഏതാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ ന്യൂക്ലിയർ മെഡിസിനിൽ PET, SPECT, അതോടൊപ്പം ഗാമ ക്യാമറൈസ് ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ്. നേരെ മറിച്ച് ബാക്കിയുള്ള 12 കോഴ്സുകളിലും എക്സ്റേസ്, MRI, CT, അൾട്രാസൗണ്ട്, ലാബ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ബ്രോഡർ സ്കോപ്പ് കൊണ്ടുവരുന്നു. മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഡയഗ്നോസ്റ്റിക്സും അതിലുള്ള റിസർച്ചുമൊക്കെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ 12 കോഴ്സുകളിൽ സ്പെഷ്യലൈസേഷൻ കാർഡിയോളജി അതോടൊപ്പം റേഡിയോളജി പോലുള്ള ഒരു മെയിൻ സ്പെഷ്യലൈസേഷൻ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്കോപ്പിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ജോബ് റോൾസ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റും PET, CT ടെക്നോളജിസ്റ്റും ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും ഇഫ് യു ആർ സ്റ്റഡിങ് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. അതല്ല ബാക്കിയുള്ള 12 കോഴ്സുകളാണെങ്കിൽ റേഡിയോളജിസ്റ്റായോ ലാബ് ടെക്നീഷ്യനായോ അനസ്തീഷ്യ ടെക്നോളജിസ്റ്റായോ ടെക്നീഷ്യനായോ ജോലി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. സോ നമുക്ക് ഈ ഒരു കമ്പാരിസൺ കഴിഞ്ഞ് എന്തുകൊണ്ട് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ബാക്കിയുള്ള കോഴ്സുകളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ആക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നിഷ് ഫീൽഡാണ് ഇവിടെ കൊണ്ടുവരുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. അതായത് ലെസ് കോമ്പറ്റീഷൻ ആണ്. എപ്പോഴും ഒരു നിഷിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ആൾക്കാർ മാത്രമേ ആ ഒരു ഏരിയയിൽ ഉണ്ടാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ പൊതുവെ കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് റേഡിയോളജി, MLT പോലുള്ള ജനറൽ കോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ സ്പെഷ്യലൈസേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു നിഷ് എന്നുള്ളത് വളരെ നാരോ ആകുന്നത് കൊണ്ട് തന്നെ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതും ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് എന്നുള്ളത് തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് അഡ്വാൻസ്ഡ് ടെക്നോളജി, അതായത് കട്ടിംഗ് എഡ്ജ് ഇമേജിംഗ് ആൻഡ് തെറാപ്യൂട്ടിക് ടെക്നിക്സ് ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി മേഖലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഹൈ ഡിമാൻഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫോക്കസ്ഡ് ആയ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് എന്നുള്ളത്, അതായത് ഇത് പഠിച്ചിറങ്ങി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും എക്സ്പെർട്ടീസുമുള്ള കൂട്ടുകാർക്ക് കൂടുതൽ ജോലി ലഭിക്കാനുള്ള സാധ്യത ലഭിക്കുന്നു ബിക്കോസ് ഓഫ് ഹൈ ഡിമാൻഡ്. പിന്നീട് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതോടൊപ്പം മെഡിസിൻ, ഈ 4 മെയിൻ പില്ലേഴ്സാണ് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയുടെ മെയിൻ ഫോക്കസ് എന്നുള്ളത്. സോ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ഒരു മുഖവുര പോലെ പറയാനുള്ളത് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയെ കുറിച്ച്. ഒബ്വിയസ്ലി ആദ്യം ഇത് 3 വർഷത്തെ കോഴ്സായിരുന്നു, പക്ഷേ ഇത് 4 വർഷത്തെ കോഴ്സായി മാറിയിരിക്കുന്നു. ഏതായിരുന്നാലും വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കറിയാം അലൈഡ് ഹെൽത്ത് അതോടൊപ്പം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് 3, 4, 3.5 വർഷമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് പല രാജ്യങ്ങളിലും, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ജോലി ലഭിക്കുന്നതിൽ നിന്നും നമ്മുടെ പ്രൊഫഷണൽസിന് ആ ഒരു സാഹചര്യം നിരാകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു യൂണിഫോം സിസ്റ്റം വരുന്നതായിട്ടാണ്
നമുക്ക് കണ്ടുവരുന്നത്. അതോടൊപ്പം ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മെഡിസിൻ ഈ 4 സബ്ജക്റ്റുകൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നു. അതിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് പഠിച്ചു വരുന്നു എന്നുള്ളതും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതോടൊപ്പം ഈ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഹെൽത്ത് കെയർ അതോടൊപ്പം ടെക്നോളജി ഈ 2 മേഖലയിലും നല്ല താല്പര്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒറിജിൻ, അതായത് ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നോക്കുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം മധ്യത്തിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സും അതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻസും ഒക്കെ മനസ്സിലാക്കി വരുന്നുണ്ടായിരുന്നു. കൂടുതൽ റിസർച്ചുകളും അക്കാദമിക് ഡിസ്കഷൻസ് ഒക്കെ നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോഴ്സ് തന്നെ വന്നിട്ടുള്ളത്. സോ BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി NMT എന്നാണ് ഞാനിനി തുടർന്ന് പറയാൻ പോകുന്നത്. അത് ലെങ്തി നെയിം ആയതുകൊണ്ട് തന്നെ. സോ NMT കോഴ്സ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഫോക്കസും അതോട് സ്പെഷ്യലൈസേഷനും കൂടി വരുന്നത് കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഡിമാൻഡാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്, എസ്പെഷ്യലി ഇഫ് യു ആർ എ സ്കിൽഡ് പ്രൊഫഷണൽ ആ ഒരു ഫീൽഡിൽ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്കോപ്പും ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇനി ഇന്ത്യയിലുള്ള സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ, ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് അതോടൊപ്പം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഓരോ മേഖലയിലും BSc NMT പഠിച്ച കൂട്ടുകാർക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ് അതോടൊപ്പം പ്രൈവറ്റ് ഹെൽത്ത് കെയർ സെക്ടേഴ്സിലും കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഓങ്കോളജി, കാർഡിയോളജി, ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലും NMT പഠിച്ച കൂട്ടുകാർ അവരുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ടീച്ചിങ് അതോടൊപ്പം റിസർച്ച് റോൾസിലും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാവുന്നതാണ്. എബ്രോഡുള്ള സ്കോപ്പ് നോക്കുകയാണെങ്കിൽ USA, UK, കാനഡ, ഓസ്ട്രേലിയ അതോടൊപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ഒരു സാധ്യതയാണ് കാണാൻ പറ്റുന്നത്. അഡ്വാൻസ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റം അതോടൊപ്പം റിസർച്ച് ഓർഗനൈസേഷൻസിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു എന്നുള്ളതും എബ്രോഡിൽ നല്ല സ്കോപ്പ് ലഭിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ ക്യാൻസർ, കാർഡിയോ വാസ്കുലർ ഡിസീസസ് അതോടൊപ്പം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ കൂടി വരുന്ന ഈ ഒരു സമയത്ത് NMT പഠിച്ചു വരുന്ന കൂട്ടുകാർക്ക്, പ്രൊഫഷണൽസിന് നല്ല സാധ്യതകളാണ് കണ്ടുവരുന്നത്. അതോടൊപ്പം ന്യൂക്ലിയർ മെഡിസിൻ, ഇമേജിംഗ്, തെറാപ്പി ടെക്നോളജിയുടെ ഒക്കെ വളർച്ച വളരെ നല്ല രീതിയിൽ തന്നെ NMT മേഖലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഈ ഒരു കോഴ്സിന്, അതായത് BSc NMT കോഴ്സിന് കൂടുതൽ സാധ്യതകൾ നൽകുന്നുണ്ട്. ഇനി ഫീസ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജസിൽ 20,000 മുതൽ 50,000 50,000 വരെയാണ് വാർഷിക ഫീസായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ 50,000 മുതൽ 2 lakhs വരെ വരുന്നുണ്ട്, അതായത് ഓരോ വർഷവും. എനിവേ ഈ ഒരു ഫീസ് എന്നുള്ളത് ഒരു റേഞ്ച് മാത്രമാണ്. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് തിരക്കിയാൽ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു ഇൻഫർമേഷൻ ഈ ഒരു കാര്യത്തിൽ ലഭിക്കും. ഇനി സാലറിയുടെ കാര്യമാണെങ്കിൽ ഫ്രഷേഴ്സ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രീവിയസ്ലി എക്സ്പീരിയൻസ് ഒന്നുമില്ല, പുതിയൊരു ജോബിലേക്ക് കടക്കുകയാണെങ്കിൽ 3 മുതൽ 5 ലക്ഷം വരെ വാർഷിക സാലറിയായി ലഭിക്കുന്നുണ്ട്, ശമ്പളമായി ലഭിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ആണെങ്കിൽ 6 മുതൽ 10 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇന്ത്യൻ റുപ്പീസിലാണ് പറയുന്നത് സാലറി വരുന്നത്. സീനിയർ റോളിലേക്ക് എത്തുന്നതോടുകൂടി 10 മുതൽ 15 ലക്ഷം വരെ ഓരോ വർഷവും ശമ്പളം, സാലറി ലഭിക്കുന്നുണ്ട്. എബ്രോഡിൽ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിന് 50,000 മുതൽ 70,000 വരെയും എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിന് 80,000 മുതൽ 1,20,000 വരെ ലഭിക്കുന്നുണ്ട്. ഇത് ഒബ്വിയസ്ലി എബ്രോഡാണ്, USD ആണ് കറൻസി. ഇനി ഇന്ത്യയിലും എബ്രോഡിലുമുള്ള ജോബ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ജോബ് റോൾസിനെ കുറിച്ച് മനസ്സിലാക്കാം. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്, റേഡിയോളജി അസിസ്റ്റൻറ്റ്, റിസർച്ച് സയൻറ്റിസ്റ്റ്, PET CT ടെക്നോളജിസ്റ്റ്, റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്നൊക്കെ രീതിയിലുള്ള ജോബ് റോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. എംപ്ലോയേഴ്സ് മെയിനായിട്ടും ഹോസ്പിറ്റൽസ്, അപ്പോളോ, ഫോർട്ടിസ്, എയിംസ് പോലുള്ള മികച്ച ഹോസ്പിറ്റൽസുകളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ്, തൈറോ കെയർ, മെട്രോപോളിസ് പോലെയുള്ള സ്ഥാപനങ്ങളിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാർക്ക്, ISRO പോലുള്ള മെയിൻ ഹബിലും ജോലി ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതോടൊപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലും NMT പഠിച്ച കൂട്ടുകാർക്ക് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി എബ്രോഡിലുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ USA, UK, കാനഡ, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് പോലെയുള്ള
രാജ്യങ്ങളിൽ ഹോസ്പിറ്റൽസിലും ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സിലും ജോലി ലഭിക്കാം. കരിയർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, ബിൽഡ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. അതോടൊപ്പം ഗ്ലോബൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ റിസർച്ച് പരമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. എന്തുകൊണ്ട് കേരളത്തിലെ സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ്, അതായത് BSc NMT കോഴ്സ് നല്ല കോഴ്സാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അറിയേണ്ടത് കേരളത്തിലെ, നമ്മുടെ സംസ്ഥാനത്തിലെ ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ വളർച്ച തന്നെയാണ്. നമുക്കറിയാം കേരളം, നമ്മുടെ നാട് അറിയപ്പെടുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് ടൂറിസമാണ്, രണ്ടാമത്തത് ലിറ്ററസിയാണ്, മൂന്നാമത്തത് ഒബ്വിയസ്ലി അവർ ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസും തീർച്ചയായിട്ടും മലയാളികൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. ആ ഒരു ബെനിഫിറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു നിഷ് ഫീൽഡാണ്. ആ ഫീൽഡിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും നേടാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തിളങ്ങാൻ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ പറ്റുമെന്നുള്ളതാണ്. അതോടൊപ്പം നല്ല സാലറി ലഭിക്കാനുള്ള പൊട്ടൻഷ്യലും NMT കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇതാണ് നമുക്ക് വളരെ ബ്രോഡായിട്ടും വളരെ ബ്രീഫായിട്ടും BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാകും. കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഒരു ടോപ്പിക് ഫിക്സ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.